അതിന് മാത്രം പൈസ ഉണ്ട്. പറയുമ്പോ ഒരു മര്യാദയൊക്കെ സംസാരിക്കണ്ടേ? 1-2 പവനെ പറ്റൂന്ന് തീർത്തങ്ങോട്ട് പറഞ്ഞേക്ക്, പിന്നെ വരരുത് ഇങ്ങോട്ടേക്ക്. എന്താ ആങ്ങളെയാണോ ബംഗള കെട്ടിച്ചു വിടുന്നത്? അപ്പൊ അത് ശരി, നിനക്കത് അറിയാം. ഇത്രയും സ്വർണം ഒന്നും കൊടുത്തിട്ട് അവന് പെങ്ങളെ കെട്ടിച്ചു വിടാൻ പറ്റില്ല അല്ലേ? സുലോചനെ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി, അതുകൊണ്ടാണ് നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ ഇത്രമാത്രം താല്പര്യം കാണിച്ചത്. പക്ഷെ അവളെ ഒരു ഗുണവും നിനക്കില്ലല്ലോ മോളെ. നിനക്കറിയാം മോളെ, നിന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചത് ആകെപ്പാടെ കുറെ കടങ്ങൾ മാത്രം. അത് വീട്ടാനും നിന്നെയൊക്കെ പഠിപ്പിക്കാനും വേണ്ടിയിട്ടേ നിന്റെ ആങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാം. എന്നിട്ട് ആ പാവ് ഇത്രയും കാലം ഗൾഫ് കിടന്ന് അധ്വാനിച്ചിട്ട് ആകെ ഉണ്ടാക്കിയ ഒരു 10 സെന്റ് സ്ഥലം, അതിന്റെ ഇടയ്ക്ക് ഇത്രയും സ്വർണ്ണം തന്ന് നിന്നെയും കെട്ടിച്ചു. ഇനി അവന്റെ കയ്യിലുള്ള അതുപോലെ നീ വാങ്ങിയെടുക്കാൻ നോക്കാന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് കണ്ണു ചോരയുണ്ടോ? അതിന് കൂട്ടു നിൽക്കാന്താ നീ ഒരുത്തൻ. എടാ, നിന്റെ പെങ്ങളെ കാര്യം വന്നപ്പോ നീ എന്താ പറഞ്ഞത്? അയ്യോ 30 പവനോ എന്നെ കൊണ്ട് പറ്റില്ലേന്ന്. നിന്നെ പോലൊരു കുട്ടിയല്ലേ അതും. അവൻ അവിടെ പോയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടല്ലേ പൈസ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാടാ നിനക്ക് വാങ്ങി തിന്നാൻ തോന്നുന്നത്? ആങ്ങളമാരും പെങ്ങന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും കൊടുക്കൽ വാങ്ങലും എല്ലാം വേണം. അതൊക്കെ തന്നെ ബന്ധം എന്ന് പറയുന്നത്. പക്ഷേ ഒരുത്തൻ അവിടെ പണിയെടുക്കാനുണ്ടെന്ന് വിചാരിച്ചിട്ടേ ജീവിതകാലം മുഴുവൻ അവനെ ഇങ്ങനെ ഊറ്റാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം പോലും നിന്നോട് പൊറുക്കില്ല. ഇതാ ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നിനക്ക് ഇവിടെ നിന്ന് ഇപ്പം മാറി താമസിക്കുന്നെങ്കിൽ നീ വല്ല വാടക വീട്ടിലേക്കും താമസം മാറും. അല്ലെങ്കിൽ നിന്റെ കയ്യിൽ പൈസ ഉണ്ടാകുമ്പോ പറ്റുന്ന രീതിയിൽ ഒരു വീട് വെച്ച് മാറും. അല്ലാണ്ടിതാ അവൾ ആങ്ങളന്റെ കയ്യിലെ പൈസയും കണ്ട് നീ ഇവിടെ തുള്ളാൻ നിൽക്കണ്ട. മോളെ, നിന്റെ അമ്മേനോട് 2 ദിവസം മുമ്പ് വരെ ഞാൻ വിളിച്ച് സംസാരിച്ചതാ. അവളുടെ കഷ്ടപ്പാടും കാര്യങ്ങളും എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെക്കാളും കൂടുതൽ അറിയാം ഈ കല്യാണം എങ്ങനെയാ നടത്തിയെന്നും അതിന്റെ പേരിൽ അവർ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. ഇപ്പൊ നീ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടോ അവനോട്. ഈ 10-30 പവൻ എങ്ങനെയാ കൊടുക്കാൻ നിങ്ങളുടെ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോന്ന്? ശരിയാ, ഇത്രയും സ്വർണം ഇപ്പൊ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രമാത്രം പ്രാരാബ്ദങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ബാധ്യതകൾ ഉണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനൊരു അമ്മയല്ലേ, എനിക്കത് ചിന്തിക്കാനുള്ള കഴിവില്ലേ? പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്നെ പോലെ തന്നെ ഒരു കുടുംബജീവിതം അവനും വേണ്ടേ? നിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയിരുന്നാ മതിയോ? നാളെ മറ്റന്നാൾ അവനൊരു കല്യാണം കഴിക്കുമ്പോ ഇത്രയും കടബാധ്യതകളും വെച്ചിട്ടാണോ അവൻ കല്യാണത്തിലേക്ക് ഇറങ്ങുന്നത്? ആ ഉള്ള സ്ഥലവും കൂടെ എഴുതി തന്നാലേ അവൻ എങ്ങനെ ജീവിക്കും? ഈ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് മാത്രമാണോ മിച്ചം?